നിങ്ങൾ മനസ്സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് സെറ്റിംഗ് ബൗണ്ടറീസ് ഇൻ റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിങ്ങളായിട്ട് ഒരു അതിര് നിശ്ചയിക്കുക. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈക്ക് കേവലം നിങ്ങളുടെ പാർട്ട്ണറായിട്ടോ നിങ്ങളുടെ ക്രഷായിട്ടോ നിങ്ങളുടെ ലവറായിട്ടോ ഉള്ള റിലേഷൻഷിപ്സ് മാത്രമല്ല, എല്ലാ തരം റിലേഷൻഷിപ്സിലും ഇത് ബാധകമാണ്. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ പേരൻസ് ആയിട്ടുള്ള റിലേഷൻസ്, നിങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ടുള്ള റിലേഷൻ, നിങ്ങളുടെ പാർട്ണർ ആയിട്ടുള്ള റിലേഷൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളത്, ഇനി നിങ്ങളൊരു വർക്ക് സെറ്റപ്പിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ളത്, നിങ്ങളുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ളത്, നിങ്ങളുടെ നാട്ടുകാരായിട്ടുള്ളത്, എല്ലാവരുമായിട്ടുള്ള റിലേഷനിലും നിങ്ങൾ ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്ന സാധനം സെറ്റ് ചെയ്യണം. കാരണം എന്താണ് ഈ ബൗണ്ടറി? സംഭവത്തിലേ ഉള്ളൂ. ഞാൻ ഈ മുമ്പിൽ പറഞ്ഞ ഈ ലിസ്റ്റിലുള്ള ആളുകളെല്ലാം നിങ്ങളുടെ ലൈഫിൽ കയറി ഇടപെടുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ പല സാഹചര്യങ്ങളുണ്ടാവും. അവർക്ക് എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ കയറി ഇടപെടാമെന്ന് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ലിമിറ്റാണ് ഈ ബൗണ്ടറി എന്ന് പറയുന്നത്. ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സംഭവത്തിലുള്ളൂ, ഐ വാല്യൂ മൈ പീസ് ഓഫ് മൈൻഡ്. എനിക്ക് എൻ്റെ മനസ്സമാധാനം വേണം. ഓക്കെ, അപ്പം ഞാനും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ലിമിറ്റിന് മേളിൽ പറഞ്ഞാൽ എൻ്റെ മനസ്സമാധാനത്തിന് എഫക്റ്റ് ചെയ്യുമോ, ഐ ആം മേക്കിംഗ് ഇറ്റ് ക്ലിയർ ടു യു. ഇതാണ് നിങ്ങളുടെ ലിമിറ്റ്. ഇതിനപ്പുറത്തോട്ട് നിങ്ങൾ അധികം പറഞ്ഞോട് വരണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇത് എല്ലാ റിലേഷനിലും ബാധകമാണ്. നിങ്ങളിത് അങ്ങോട്ട് കയറി നിങ്ങൾ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഈ ലിമിറ്റ് എന്നുള്ളത്. നിങ്ങളിങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ബാക്കി ആളുകൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബൗണ്ടറി അവർ സെറ്റ് ചെയ്യും. ആ ഒരു അവസരം എന്ത് സംഭവിക്കും? അവരാ തീരുമാനിക്കുന്നത് നിങ്ങളോട് എന്തൊക്കെ പറയണം, നിങ്ങളോട് എത്രമാത്രം മിണ്ടണം, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ഇതാണ് നമുക്ക് വേണ്ടതെന്ന് അവർ അസ്യൂം ചെയ്ത് അവർ നമുക്ക് വേണ്ടി തീരുമാനിച്ചു തരും. ആ ഒരു അവസ്ഥ പെട്ടുപോയുണ്ടല്ലോ, പിന്നെ പെട്ടതാ. അവിടുന്ന് കയറി വരാൻ ഭയങ്കര പാടാണ്. വളരെ കൈൻഡ് ആയിട്ട് വളരെ പൊളൈറ്റ് ആയിട്ട് അറിയാവുന്ന കുറേ ആൾക്കാർ കാണുമല്ലോ, അതിലൊരു പകുതി ആൾക്കാർക്കും ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ആരെയും വിഷമിപ്പിക്കാൻ പറ്റത്തില്ല, അവർക്ക് ആരോടും നോ പറയാൻ അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് ഇവരോട് മിണ്ടുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ലൈക്ക് ഇവരോട് എന്നാ പറഞ്ഞാൽ ഇവരൊന്നും പറയത്തില്ല. അപ്പോൾ ബാക്കിയുള്ളവരെ അസ്യൂം ചെയ്യുവാണ് നമുക്ക് അവരോട് ഇങ്ങനെ പറയാം, അവരോട് നമുക്കിത് ചോദിക്കാം. അപ്പം ചോദിക്കേണ്ടാത്ത കാര്യം എല്ലാം കയറി ചോദിക്കും, പറയേണ്ടാത്ത കാര്യമെല്ലാം അവരോട് പറയും. എന്നാൽ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ എന്നോർത്ത് ഇവരൊന്നും മിണ്ടത്തില്ല. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഹർട്ട് ആകുമോ എന്നോർത്ത് നിങ്ങളിങ്ങനെ മാറി മാറി കൊടുക്കുന്നതോറും നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഇങ്ങനെ ക്രൂസിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം സെറ്റിംഗ് ബൗണ്ടറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിസിഷനാണ്. യു ആർ ഡൂയിങ് ദാറ്റ് ഫോർ യുവർ പീസ് ഓഫ് മൈൻഡ്. അത് നിങ്ങൾ വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വലിയ പ്രസംഗം പറയുമോ, നിങ്ങൾ ഭയങ്കര ഒരു ജസ്റ്റിഫിക്കേഷൻ മെസ്സേജ് അയക്കുമോ, അല്ലാതെ അവരുടെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുമോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വെറും മനുഷ്യനാണ്, റൈറ്റ്? നമ്മൾ മെഷീൻസ് ഒന്നുമല്ല. അപ്പം ഈ ബാക്കിയുള്ളവർ നമ്മുടെ കാര്യത്തിൽ കയറി ഇങ്ങനെ ആവശ്യമില്ലാതെ ഇടപെടുമ്പം നമ്മളത് പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തോണ്ടിരുന്ന അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ടൈമും നമ്മുടെ അറ്റൻഷനും നമ്മുടെ ഇമോഷണൽ സപ്പോർട്ട് എല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ എനർജി അങ്ങ് ഡ്രെയിൻ ആയി പോകും. നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും, നമുക്ക് ഭയങ്കര ദേഷ്യം വരും. ആ വളർന്നു വന്ന ടൈമിൽ ഇപ്പം എൻ്റെ മമ്മി എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് പണ്ടിങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അന്നേരം മമ്മിക്ക് നോ പറയാൻ പറ്റിയിട്ടില്ലല്ലോ, അന്ന് പറയാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ ഫ്രസ്ട്രേഷൻ മമ്മിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, അന്ന് പറയേണ്ട കാര്യം അന്ന് പറയണമായിരുന്നു. ലൈക്ക് ഇന്ന് എന്നോട് ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം സെറ്റിംഗ് ബൗണ്ടറീസ് എന്ന് പറയുന്നത് നിങ്ങളെ സ്വയം റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്തുവാ? ഇറ്റ്സ് യുവർ ഹാപ്പിനെസ്, യുവർ പീസ് ഓഫ് മൈൻഡ്. ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല.